നമസ്കാരം. ഇടുക്കി മൂലമറ്റത്ത് കേടായ പന്നിമാംസം എന്ന് പറഞ്ഞ് വഴിയരികിൽ കുപ്രസിദ്ധ ഗുണ്ടയുടെ മൃതദേഹം തള്ളിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഗുണ്ട മേലുകാവ് എരുമാപ്ര പാറശ്ശേരിയിൽ സാജൻ സാമുവലിനെയാണ് കൊന്നു വഴിയരികിൽ തള്ളിയത്. ഞായറാഴ്ച രാവിലെ 9:30 മേലുകാവ് സാജൻ സാമുവലിന്റെ മൃതദേഹം മൂലമറ്റം KCB കോളനിക്ക് സമീപം തേക്കിൻകോപ്പിലെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയത്. 2-3 ദിവസം തിരച്ചിൽ നടത്തിയ ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴുവരിച്ച നിലയിലായിരുന്നു മൃതദേഹം. വായിൽ തോർത്ത് തിരികിയിരുന്നു. തലയിലും ശരീരമാസകലവും വലിയ മുറിവുകളുണ്ട്. ഇടത് കൈ നഷ്ടപ്പെട്ടിരുന്നു. കൈയും കാലും ഇലക്ട്രിക് കേബിളും തുണിയും ഉപയോഗിച്ച് വരിഞ്ഞു മുറിക്കിയ നിലയിലുമായിരുന്നു. മൃതദേഹം സാജൻ സാമുവലിൻ്റെതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. DNA പരിശോധനയും നടത്തും. ജനുവരി 30 സാജനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇയാളുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. സാജനെ പ്രതികളുടെ താമസ സ്ഥലത്ത് വെച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. തുടർന്ന് മൃതദേഹം തേക്കിൻകൂപ്പ് ഭാഗത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. സംഭവത്തിൽ മൂലമറ്റം സ്വദേശികളായ 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഷാരോൺ ബെന്നി എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട സാജൻ ഇടുക്കി, എറണാകുളം ജില്ലകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നാട്ടുകാർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റിയതിനും തോക്കുപയോഗിച്ച് വെടിയുതിർത്തതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. സ്ത്രീകളെ അപമാനിച്ചതിനും ഒട്ടേറെ കേസുണ്ട്. ഇയാൾക്കെതിരെ കാപ്പയും ചുമത്തിയിരുന്നു. സാജനെ കൊലപ്പെടുത്തിയ സംഘത്തിൽപ്പെട്ടവർ നിർമ്മാണ തൊഴിലാളികളാണ്. ഇവരും സാജനും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് സാജൻ ഇടയ്ക്കിടെ വരുമായിരുന്നു. ഒന്നിച്ചുള്ള മദ്യപാനത്തിനിടെ സാജൻ തങ്ങളിൽ ഒരാളെ കൊലപ്പെടുത്തുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പ്രതികൾ പറയുന്നു. ഇതിനാലാണ് തങ്ങളെല്ലാം ചേർന്ന് സാജനെ കൊലപ്പെടുത്തിയതെന്നും കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകി. സാജന്റെ തിരോധാനം പോലീസ് അന്വേഷിക്കവേ മൃതദേഹം തേക്കിൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് നിർണായകമായത്. ജനുവരി 30 രാത്രി എരുമാപ്രയിൽ നിന്ന് കേടായ പന്നിമാംസം എന്ന് പറഞ്ഞ് തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കിയത്. ഇതിൽ സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർ വിവരം തന്റെ പിതാവിനോട് പറഞ്ഞു. പിതാവ് സംഭവം കാഞ്ഞാർ SI ബൈജു P ബാബുവിനെ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇവിടെ കുഴിച്ചിടാനായി കുഴിയെടുക്കാൻ ശ്രമം നടത്തിയതായും സൂചനയുണ്ട്. മൃതദേഹം ബന്ധുക്കളെത്തിയാണ് തിരിച്ചറിഞ്ഞത്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും എത്തി പരിശോധന നടത്തി. പ്രതികൾ വ്യാഴാഴ്ച രാത്രിയാണ് അവരുടെ താമസ സ്ഥലത്തേക്ക് ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതെന്ന് ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തി. ഫോണിൽ വിളിച്ച് കുറച്ച് സിമെന്റും ടാർപ്പായും വാങ്ങി താമസ സ്ഥലത്തേക്ക് വരാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അന്ന് ഓട്ടം കുറവായതുകൊണ്ടും കയ്യിൽ പൈസ ഇല്ലാത്തതിനാലും ഈ സാധനങ്ങളൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അതോടെ കയറിപ്പോരെ എന്ന് പറഞ്ഞു. പകുതി എത്തിയപ്പോൾ ഇപ്പോൾ വരേണ്ട, പിന്നെ വന്നാൽ മതിയെന്നായി. പിന്നീട് രാത്രി വിളിച്ച് കുറച്ച് ആക്രി സാധനം കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു. വണ്ടിയുമായി എത്തി. അപ്പോൾ ഒരാൾ വന്ന് സംസാരിച്ചു. അയാൾ എന്നെ നിർബന്ധിച്ച് ചായ കുടിക്കാൻ കൊണ്ടുപോയി. പിന്നീട് തിരികെ എത്തിയപ്പോൾ ഓട്ടോയുടെ പിന്നിൽ സാധനം കയറ്റിയിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പന്നിയിറച്ചിയാണെന്നും വണ്ടി ഇടിച്ച് ചത്ത പന്നിയാണെന്നും പറഞ്ഞു. ഇത് വണ്ടിയിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. 7 പേരോളം വണ്ടിയിൽ കയറി മൂലമറ്റം ഭാഗത്തേക്ക് കൊണ്ടുപോയി. 2 പേർ വഴിയിലിറങ്ങി. അതിലൊരാൾ 800 രൂപ ഓട്ടോക്കൂലി തന്നു. ശേഷം തേക്കിൻകൂപ്പിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് പോയി. അവിടെ വെച്ച് സാധനം വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി. കണ്ടപ്പോൾ ഭാരമുള്ള സാധനം പോലെ തോന്നി. 5 പേർ പിടിച്ചിട്ടും എടുക്കാൻ വയ്യായിരുന്നു. തുടർന്ന് വണ്ടി തിരിച്ചു പോകുന്നതിനിടെ ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ മുടി പോലെ കണ്ടു. അത് മുടിയാണോ പന്നിയുടെ രോഗമാണോ എന്ന് സംശയമുണ്ടായിരുന്നു. ഇറക്കുമ്പോൾ അഴുകിയ മണമുണ്ടായിരുന്നു. വരുമ്പോൾ ഒരാൾ തിരികെ കൂടെ വന്നു. സംശയം തോന്നിയതോടെ വീട്ടിലെത്തി അപ്പനോട് വിവരം പറഞ്ഞു. അപ്പൻ കാഞ്ഞാർ SIയെ അറിയിച്ചു. വണ്ടി വിളിച്ചവർ സ്ഥിരമായി ഓട്ടം വിളിക്കാറുള്ളവരാണ്. ഇടയ്ക്ക് അവരുടെ പണിസ്ഥലത്തേക്ക് വണ്ടി വിളിക്കാറുണ്ട്. ആ പരിചയത്തിലാണ് വിളിച്ചതെന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. 2018 മെയ്യിൽ കോതമംഗലം മരിയബാറിൽ വലിയപാറ പാറപ്പുറത്ത് ബിനു ചാക്കോയെ കൊല ചെയ്ത കേസിലെ പ്രതിയാണ് സാജൻ സാമുവൽ എന്ന് പോലീസ് പറഞ്ഞു. ബാറിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്നാണ് കത്തിക്കുത്തുണ്ടായത്. മുട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ബാറിലും ഇയാൾ കത്തിക്കുത്ത് നടത്തിയിട്ടുണ്ട്. ഈ കേസിലും വിചാരണ നടന്നു വരികയാണ്. 2022 ഫെബ്രുവരിയിൽ മുട്ടം ബാറിന് സമീപം ഗതാഗത തടസ്സമുണ്ടാക്കി കാർ പാർക്ക് ചെയ്ത സാജനോട് കാർ മാറ്റിയിടാൻ നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് നാട്ടുകാരുടെ നേരെ കാർ ഓടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും കാറിൽ നിന്ന് തോക്കെടുത്ത് നാട്ടുകാരുടെ നേരെ നിറയൊഴിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. പരാതിക്കാരില്ലാത്തതിനാൽ ഇതിൽ കേസെടുത്തിരുന്നില്ല. 2022 ഓഗസ്റ്റിൽ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. കോട്ടയം ജില്ലയിലെ പൊൻകുന്നം, മരങ്ങാട്ടുപള്ളി, മേലുകാവ്, പാലാ, കാഞ്ഞിരപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിലും എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും ഇടുക്കി ജില്ലയിലെ കട്ടപ്പന, മുട്ടം, തൊടുപുഴ സ്റ്റേഷനുകളിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ സാജൻ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു.